നമ്മൾ ഉപയോഗിക്കുന്നൊരു കുടം വാങ്ങിയിട്ട് ആ കുടത്തിൽ വെള്ളം നിറഞ്ഞിട്ട് വേണം നമ്മളേക്ക് ഒഴിക്കുക. കാരണം അങ്ങനെ ആയതുകൊണ്ട് ക്യാന വെക്കാൻ കഴിയില്ലല്ലോടാ. യൂട്യൂബിൽ പോയിട്ടിരിക്കണേ ഇവിടെ കണ്ട പെരും മഴയാണ്. പെരും മഴ എന്ന് പറഞ്ഞാൽ പെരും മഴ, ഇടി മിന്നുന്നുണ്ട്. പമ്പിലൊക്കെ വെള്ളം കയറിയിട്ട് ആകെ സീനാണ്. അയ്യോ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആഹാ, അപ്പം ഞങ്ങളുള്ളത് പളനിയിലാണല്ലോ. പളനിയിലെത്തിയ സ്ഥിതിക്ക് അങ്ങ് മല കയറി അദ്ദേഹത്തെ കണ്ടിട്ട് അവിടെ പോവാന്ന് കരുതി. അപ്പോൾ മുരുകനെ കാണാതെ ഇപ്പം എങ്ങനെ പോവാ അല്ലേ? ഇവിടെ വന്നിട്ട് ആരോരോ ഹരവര. ഞങ്ങളപ്പോൾ എന്താ അവരോട് ചോദിച്ചാൽ നമ്മളുടെ വണ്ടി പാർക്കിങ്ങിൽ തന്നെയാണ്. പാർക്കിങ്ങിലാണല്ലോ നമ്മൾ ഇന്നലെ എവിടെയാണ് കിടന്നതൊക്കെയാണ്. എല്ലാം ഞങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെ മൊബൈൽ ചാർജർ അടിപൊളിയാട്ടോ. ചാർജർ ഞാൻ വാങ്ങി ഫിറ്റ് ചെയ്ത് അത് ഉഷാറായിട്ട് കയറുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നേരം കൊണ്ട് തന്നെ ഇപ്പോൾ 87% ചാർജ് ഫാസ്റ്റായിട്ട് കയറുന്നുണ്ട്. ചാർജ് എത്രത്തോളം അറിയാൻ നിൽക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ഇല്ല, ആ ലോഡ് എടുക്കാത്ത സൗണ്ട് ഇല്ല. അത് ലോഡ് എടുക്കാത്ത സൗണ്ടാണുള്ളത്. അപ്പോൾ മറ്റേ ചാർജറിനൊരു കിക്കാറും സൗണ്ട് ആയിരുന്നു. അതിപ്പോൾ ഇതിനില്ല. അത് ചിലപ്പോൾ ഭാവിയിൽ വരുമായിരിക്കും. എന്തായാലും കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഈ ഒരു ട്രിപ്പിന് എന്തായാലും ഇത് മതിയാവും. പിന്നെ നാട്ടിൽ ഇതിന് ഞാൻ പറഞ്ഞില്ലേ 900 റുപ്യൊക്കെ വില വരുന്നുണ്ട്. ഇവിടെ 500 രൂപയുള്ളേ. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മൊബൈലും ക്യാമറയും മാത്രമാണ് ഞാൻ അവിടെ എന്താ പറയുക, അവിടെ ഒരു ക്ലോക്ക് റൂമുണ്ട്. അപ്പോൾ അവിടെ കൊടുക്കാമെന്ന് കരുതുന്നത്. അല്ലാത്തൊന്നും ഇപ്പോൾ നമുക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മൊബൈലും ക്യാമറ അവിടെ കയറ്റൂല. ക്യാമറ ഷൂട്ടിങ്ങും കാര്യമൊന്നും ഇല്ല. വീഡിയോയിൽ ഞങ്ങൾ പളനിമല കയറണം നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയില്ല. അവിടേക്കൊന്നും ക്യാമറ അലോഡില്ല. അമ്പലങ്ങൾ പറ്റാത്തതുകൊണ്ടല്ല, ഇവിടെ ഇത്രയും വലിയ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ അത്തരത്തിൽ പറ്റൂല. എന്നാൽ പിന്നെ ഞങ്ങൾ വണ്ടി 2 സൈഡും കർട്ടനിടും. പിന്നെ ഈ ഷീറ്റൊന്നും ഇങ്ങനെ മറിച്ചിടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയി തൊഴുത് വരുമ്പോഴേക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവണം. വണ്ടിയും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവണം. എല്ലാം ഭഗവാന്റെ കയ്യിൽ അല്ലേ? എന്നാ പോലെ ഞങ്ങൾ ഇറങ്ങട്ടെ. പിന്നെ വേറെ കാര്യം പറയാമല്ലോ, ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ള പാർക്കിംഗ് ആണുള്ളത്. അപ്പോൾ അവിടെ ഇവിടുത്തെ ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റിൻ്റെ ഒക്കെ ഒരു വൃത്തി എന്താ എഴുതിയിട്ടാ അടിപൊളിയല്ലേ? പണ്ടൊന്നും അത്രയ്ക്ക് ഇല്ലാറ. ഇപ്പോൾ അടിപൊളി. എപ്പോഴും ക്ലീനിങ് ഉണ്ട്. ഓയിൽ കളിയത് നമ്മളെ വണ്ടിയിൽ നിന്ന്. ഓയിൽ ലീക്ക് തുടങ്ങിയോ? ഏതായാലും വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. ടോയ്ലറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. നല്ല വൃത്തിയും സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഫുൾ ടൈം ഈ ഒരു പാർക്കിങ്ങിൽ ക്ലീനിങ്ങിനായിട്ട് ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനും ഷെയർ അടിക്കാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. ഞങ്ങൾ ഈ ഒരു 2005 മോഡൽ ഡീസൽ ഓട്ടോറിക്ഷയും കൊണ്ട് ഞാനും കുക്കും ഇന്ത്യ കാണണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഓരോ യാത്രകളാണത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ ഉള്ളത് പളനിയിലാണ്. പളനി ദിണ്ടിക്കൽ ജില്ലയിൽ, തമിഴ്നാട്ടിൽ. ഇനി ഇവിടുന്ന് ഞങ്ങൾ അങ്ങനെ ചെന്നൈ പോയിട്ട് അങ്ങനെ ആന്ധ്ര കയറും. ആദ്യം ഞങ്ങളിപ്പോൾ ഒന്ന് ഈ മല കയറിയിട്ട് വരട്ടെ. ഓക്കെ. അതായത് ഇവിടെ ഈ പാർക്കിങ്ങിൽ വന്നാൽ ഇവിടെ കുറേ കലാകാരന്മാരുണ്ട് കേട്ടോ. അതായത് മുരുകനെ അതുപോലെ തന്നെ മയിലും വേലൊക്കെ വരയ്ക്കും നമ്മുടെ വണ്ടിമേൽ. അതിന് വേണ്ടിയിട്ട് ഇവർ 4 കളറുകളുണ്ട്. ഇതുകൊണ്ടാണ് വരക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ അവർ വരക്കുന്നുണ്ട്. നമുക്ക് ആ വരയും കൂടി കണ്ടിട്ട് പോവാം. അന്നെ പേരെന്നെ? പേര് മണി. മണിയേട്ടനാണ് ഈ ഒരു മയിലിനെയും അതുപോലെ തന്നെ വേലാണ്. മയിലും വേലുമാണ് ഇവർ വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഗ്ലാസിൻ്റെ ഈ സൈഡായിരിക്കും വരയ്ക്കുക. നല്ല രസമായിരിക്കും. നമുക്കൊന്ന് നോക്കാം, കണ്ടു നോക്കാം. അവിടെ എല്ലാം കുറേ വണ്ടികളിൽ ഞാൻ കണ്ടു. അവിടുന്ന് കാണില്ല. കൈ കൊണ്ട് തന്നെയാണോ? അത് വേലാണല്ലേ? 100 രൂപ വേണേ. കാശ് എவ்வளோத்துக்கு? 200.
ഓ ഗൈസ്, അപ്പോൾ മയിൽ ഏകദേശമൊക്കെ പൂർണ്ണമായിട്ടോ. കണ്ടങ്ങൾ അധികം ടൈമൊന്നുമില്ല, വളരെ പെട്ടെന്ന് ഡെയിലി ഈ പണി തന്നെ ചെയ്തുകൊണ്ട് അവർക്ക് വളരെ സ്പീഡാണ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. ഉഷാറായിട്ടുണ്ട്. ഓ ഒന്ന് രണ്ട് മൂന്ന് നാല് കളറല്ലേ. നാല് കളർ കൊണ്ടാണ് ഇദ്ദേഹം ഈ മയിലിനെ വരച്ചിട്ടുള്ളത്. ഉണ്ടോ? പൂവ്, കണ്ണ്, ചുണ്ട്, ശരീരമൊക്കെ നല്ല രസമാണ്. തൂവലാണ് ഈ കാണുന്നത്. ഇതാണ് വേല്. ഉണ്ടോ? അടിപൊളിയായിട്ടുണ്ടല്ലേ. വേണ്ടേ? സൂപ്പറാ ഇരിക്കണേ. ശരി പറയാ. താങ്ക്സിനെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോവാണ്. ഞങ്ങളിനി ക്ഷേത്രത്തിലേക്ക് പോട്ടെ. മുട്ട അടിക്കുന്ന സ്ഥലമാണ്. ഇന്നലെ കണ്ടില്ലേ? അടിച്ചാലോ എൻ്റെ? ഞാൻ വിചാരിച്ചത് എന്താ അറിയോ, കുളിക്കാൻ വന്നില്ലേ ആ സമയത്ത് അടിച്ചാണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞാലേ എനിക്ക് എന്നെ മനസ്സിലാവൂല. അന്നെ അവിടെ ഇട്ടു പോവും. അങ്ങനെ മേലെ പോയി മുരുകനെ കണ്ടു. നമ്മുടെ ഫോണും ക്യാമറയും നമ്മളവിടെ കൊടുത്തേക്ക് വന്നല്ലോ, സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് 20 രൂപ കേട്ടോ. ഇനി ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക്. ഇനി വണ്ടിയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അവിടെ എത്തിയിട്ട് അറിയുള്ളൂ. പോയി നോക്കാം. എല്ലാം ഉണ്ടായാൽ മതിയായിരുന്നില്ല. ഇന്നലെ കറങ്ങി നടന്നപ്പോൾ യാതൊരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഇന്നും ഉണ്ടാവില്ല എന്ന് തന്നെ കേൾക്കുന്നത്. ഞങ്ങളങ്ങനെ വേറ്റ് ഔട്ട്. ഇവിടെയാണ് നമ്മുടെ ഫ്രീ പാർക്കിംഗ് പ്ലേസ് എന്ന് പറയുന്നത്. ഇല്ല കുഴപ്പമൊന്നുമില്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. അല്ലടാ, എല്ലാം ഉണ്ട്. നമ്മൾ ചെരുപ്പൊക്കെ വണ്ടിയിൽ വെച്ച് പോയത് മാത്രമല്ല, വണ്ടിയിൽ തന്നെ വെച്ച് പോയത് ഒക്കെ ഉണ്ട്. ഇനി എന്താ വെച്ചാൽ ചായ കുടിച്ചില്ല. ഞങ്ങൾ പാടുന്നൊരു വടയും ചായയും കുടിച്ചു. ചായ കുടിക്കണം, ചായ ഉണ്ടാക്കണം, ഫുഡ് ഉണ്ടാക്കണം. ഫുഡെല്ലാം ഉണ്ടാക്കാം അല്ലേ, എല്ലാം ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കഴിഞ്ഞ സ്ഥലം കിട്ടണം. അങ്ങനെയെങ്കിൽ നമ്മൾ മധുര ഹൈവേയിൽ കയറിയിട്ടുണ്ട്. മധുര മാത്രമല്ല, ചെന്നൈ ഒക്കെ പോകുന്ന ഹൈവേ ആണത്. ഹൈവേയുടെ സൈഡിലായിട്ട് ഇങ്ങനെ നല്ലൊരു ഇതെന്താണ്, പുളിയല്ലേ? പുള്ളിയല്ല, ഇത് വേറെന്തോ ഒരു മരമാണ്. എന്തായാലും നല്ല തണലുള്ളൊരു മരമാണ്. ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഹൈവേ ആണ് ഈ പോകുന്നത്. ഇവിടെയാണ് ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ അടുപ്പിന്റെ കനം കുറഞ്ഞിട്ടോ. കുറഞ്ഞില്ലേ? അടുപ്പൊക്കെ ഒരു വിരലോണ്ട് തൂക്കി പിടിച്ചാൽ മാത്രമായി. അടുപ്പിന്റെ കനം കുറഞ്ഞു. അടുപ്പ് കണ്ടോ? ഇതിലൊക്കെ കഞ്ഞിവെള്ളം ചാടി 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 ഇതൊക്കെ ആകെ എരപ്പായിട്ടുണ്ട്. ഒന്ന് ഊരി തുടക്കണം. ഇനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സെറ്റൊക്കെ അല്ലേ. രാവിലെ അവിടുന്ന് ഒരു വടയും ചായയും കുടിച്ചതാണ്, പിന്നെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ നല്ല ക്ഷീണം അല്ലടാ. നേരം വടയും ചായയൊക്കെ കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? വിശപ്പില്ലേ? പിന്നെ കഞ്ഞി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. കഞ്ഞി ഇത് കുറച്ച് ഉപ്പ് വേണമായിരുന്നു, കുറച്ച് ഉപ്പ് ഇടുക. പിന്നെ നമ്മുടെ അച്ചാറുണ്ടല്ലോ, അച്ചാർ എടുക്കാം. അങ്ങനെ ഇതൊന്ന് കഴിച്ചിട്ട് ഇപ്പോൾ സമയം അധികം ഇല്ലല്ലോ. 11:15, 11:20, 11 പറ്റുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് വീണ്ടും ഭക്ഷണം കഴിക്കേണ്ടിവരും. അല്ല മോനെ, ചോറുണ്ടാവില്ലേ? അരി എത്ര ഇട്ട്? 2 3 നേരം തിന്നാൻ ഉണ്ടാക്കി തോന്നുന്നില്ല. ഇല്ലെങ്കിൽ അപ്പം പിടിച്ച് കുറച്ചുകൂടി ഉണ്ടാക്കേണ്ടി വരും. ഏതായാലും കഞ്ഞിയാണെന്ന്. ഞങ്ങളെല്ലാം മല കയറി ഇറങ്ങിയാലും കുറച്ച് കഞ്ഞി കുടിക്കാറുണ്ട്. ഇന്ന് കഞ്ഞി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവനൊക്കെ കഞ്ഞിയാണ്. എടാ അത് ചതിയാട്ടോ. അത് ശരിയല്ല പരിപാടി. ഗൈസ്, ഓന് എനിക്ക് അച്ചാർ ഇട്ടന്നത് ഇവിടെ, ഓനെടുത്തത് ഒരു പാത്രത്തിൽ. ചിന്തി പോയി. ആ സാറിൽ ഇവിടെ കുറച്ച് ചിന്തി അച്ചാറാക്കി എടുത്തപ്പോഴേ എന്താ വെള്ളം കഴിഞ്ഞു കേട്ടോ. വെള്ളം കഴിയാറായി. നാളേക്ക് ഇത് തികയില്ലല്ലോ മോനെ? തികയില്ലല്ലേ? അപ്പം എന്നാ എണ്ണ ഒഴിച്ചു. എന്നാൽ നീ ഇതടക്ക. എണ്ണ നമ്മൾ ക്യാനിലാണല്ലോ വാങ്ങൽ. ഒഴിച്ചിട്ടുണ്ട്, ഫുള്ളാക്കി. ഇനി ഇപ്പോൾ അടുത്തൊന്നും ഒഴിക്കണ്ട. നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ഓടാറുള്ള എണ്ണ. നാളെ ഓടാറുള്ള എണ്ണ അതിലുണ്ടാവും, മറ്റന്നാളേക്ക് ഉണ്ടാവില്ല. നാളെ ഓടാറുള്ള എണ്ണ ഉണ്ടാവും. അങ്ങനെ
മറ്റന്നാൾക്ക് നാളെ തന്നെ സ്റ്റോക്ക് ചെയ്യേണ്ടി വരും. എണ്ണയോ? അല്ലേ? ആ, നമ്മൾ മറ്റേ ഉള്ളിപ്പാടത്തൊക്കെ കണ്ടിരുന്ന അത്തരത്തിലൊരു കൂട് അവിടെ കെട്ടി വെച്ചേക്കണം. ഇതിൻ്റെ ഉള്ളിൽ എന്താവും? ഉള്ളിനാണ് നമ്മൾ ദിണ്ടിക്കൽക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അതിനിടയ്ക്ക് ഹൈവേ നന്നായിട്ട് ഇറങ്ങി നോക്കുവാണ്. കണ്ടോ ഉള്ളിനെയാണ് അല്ലേ? ഉള്ളി എന്ന് പറഞ്ഞാൽ ഇത് ചെറുള്ളിയാണ്. ചെറുള്ളി അന്ന് നമ്മൾ കണ്ടിരുന്ന വല്യുള്ളിയാണ്. പക്ഷേ വല്യുള്ളിൻ്റെ പാടൊന്നുമില്ല ഇവിടെ. ഒന്നും കൃഷിയൊന്നും ഇപ്പം നടക്കുന്നില്ല. മഴ ആയതുകൊണ്ടാണ് മഴ ഇല്ലാത്തതുകൊണ്ടാണ് അറിയില്ല. അതിന് ഈ ഹൈവേയുടെ പണി ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളല്ലോ. അപ്പോൾ ഇവിടേക്കൊക്കെ ഒരുപാട് മണ്ണൊക്കെ നാശമായിട്ടുണ്ട് അല്ലേ? അതുണ്ടോ ചെറുള്ളിയാണ്. ഇത് മുള കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മുളയാണ്. ഉണ്ടോ ചെറുള്ളിയാണ് അല്ലേ? വിത്തിനല്ല, ഇത് ഇത്രയൊക്കെ വിത്തിനോ? ഇതിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ് അവർ. ഇതൊരു സ്റ്റോക്കിംഗ് റൂമായിട്ട് മേലെ പായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൂടുണ്ടാക്കിയത്. ഫുള്ള് മുള്ളാണ്, മുളയാണ്. മുള്ളാണിത്. മുള്ളു കൊണ്ട് അങ്ങനെ അടിച്ച് നല്ല ഷാറാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഓ ഇവിടെ കാണാൻ നല്ല രസമല്ലേ? ആ, ഇതിനെക്കുറിച്ച് ചോദിക്കാൻ ഇവിടെ ആരുമില്ല. ഇവിടെ ഒക്കെ അടച്ച് വെച്ചേക്കുവാണ്, മൊത്തത്തിൽ അടച്ചിട്ടേക്കുവാണത് അല്ലേ? പിന്നെ അതേപോലെ തന്നെ അവിടെ ഉണ്ടോ ഒന്നും കൂടി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ട, നമ്മുടെ വണ്ടി ഇവിടെ. നമുക്ക് ഈ റോഡൊന്ന് പോയി നോക്കാം. ഈ റോഡ് പോയി കഴിഞ്ഞാൽ വല്ല ഉള്ളിപ്പാടൊക്കെ കാണാൻ പറ്റുമോ നോക്കാം നമുക്ക് അല്ലേ? ഉള്ളിപ്പാടൊക്കെ ഉണ്ടെങ്കിലോ മോനെ? ഉള്ളിപ്പാടം ഉണ്ടാവും ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ റൂട്ടിന് ഇതൊരു ഗ്രാമീണ വഴിയാണ്. വഴി അത്ര നല്ലതൊന്നല്ല. ഇവിടെ സ്റ്റാർട്ടിങ്ങിലുള്ള നല്ല റബ്ബറൈസിങ് ഉള്ളൂ. അവർക്കങ്ങോട്ട് പോയി കാണും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം വളരെ മോശമാണെന്നുള്ളത്. പിന്നെ ഈ സൈഡിലൊക്കെ നല്ല തെങ്ങ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ദിണ്ടിക്കൽ ജില്ലയിൽ മറ്റൊരു പ്രധാന വിള എന്ന് പറയുന്നത് ഈ മുരിങ്ങാക്കഴിയാണ്. അത് നമ്മൾ പോരുന്ന വഴിക്കൊക്കെ കണ്ടായിരുന്നു. അത് ഈ പോകുന്ന അതൊക്കെ എന്താ വെച്ചാൽ പൂത്തിട്ടുള്ളൂ. പൂത്തിട്ടില്ല, നല്ല പൂത്തിട്ടുള്ളൂ. കായില്ല. കായ ആവാനായിട്ടുണ്ടാവില്ല. കായ ആവാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പോയൊക്കെ മുന്നേക്ക് ഇങ്ങനെ പോയൊക്കെ ഇതിലൊക്കെ കാണാം. അതിലൊക്കെ ഉണ്ട്. ആ മുരിങ്ങാക്കായ അതിലൊക്കെ ഉണ്ട്. റോഡ് കണ്ടോ വളരെ മോശമാണ്. എന്നാലും ഞങ്ങൾ ഇതുവഴി പോവുകയാണ്. ഇവിടെ വീടുകളൊക്കെ കുറവുണ്ടല്ലോ ഇതിലെ. ഇതാണ് ഞാൻ പറഞ്ഞ മുരിങ്ങാക്കായുടെ തോട്ടം എന്ന് പറഞ്ഞത്. പക്ഷേ എങ്കിൽ ഇതുമൊക്കെ പൂത്തിട്ടുണ്ട് അല്ലേ? ഒന്ന് രണ്ട് കായ ചെറുതാണ്. എന്നാ ഒന്ന് വേഗം കാണിച്ചു കൊടുത്ത് പോന്ന പറഞ്ഞു. ഉണ്ടോ? ഇതാ പൂവുണ്ടോളി, മുരിങ്ങക്കായൻ്റെ പൂവ്. ഇതൊക്കെ തോട്ടങ്ങളാണ്. ഇതൊക്കെ തോട്ടം പറഞ്ഞു. ഇതൊക്കെ തോട്ടം. യൂട്യൂബിൽ പോയിട്ടിരിക്കണേ. പിന്നെ പോകുന്നിടത്ത് കണ്ട വലിയൊരു മല ഉണ്ട. വലിയൊരു മലയാണ്. അതെ, അങ്ങനെ അടുത്തതും തന്നെ. പിന്നെ ഒരു മൂന്നും കൂടി ജംഗ്ഷനാണല്ലോ വരുന്നത്. നമ്മൾ ഇതുവഴിയാണ് പോകുന്നത്. ഇത് വഴിയില്ലേ? ഒരു ഗ്രാമത്തേക്ക് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന വഴിയാണോ? ഇത് റോഡ് കഴിഞ്ഞിട്ടോ. നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. ആ ഗ്രാമത്തിൽ നിന്ന് പോയ വഴി തന്നെ പുറത്തേക്ക് ചാടുവാണ്. വേറെ വഴി ഇല്ലായിരുന്നു. നടന്ന് ഇതേപോലെ തന്നെ അങ്ങോട്ട് പുറത്തേക്ക് ചാടി. ഹൈവേ ആണ് മുന്നിൽ കാണുന്നത്. ഹൈവേയിൽ കയറിയിട്ട് അങ്ങനെ പോവാം. ഞങ്ങൾ വീണ്ടും പ്ലാൻ ചേഞ്ച് ആക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെന്നൈയിലേക്ക് ഡയറക്റ്റ് പിടിക്കുകയാണ്. ഡയറക്റ്റ് പിടിക്കുക പറഞ്ഞാൽ ഇന്നൊന്നും ആളെ നിർത്തുണ്ടാവില്ല. അതിനിടയിൽ വരുന്ന ഗ്രാമങ്ങളൊക്കെ കയറിയിട്ട് കാണാൻ കാഴ്ചകൾ കണ്ട് അങ്ങനെ പോവാം അല്ലേ? ഇത് തമിഴ്നാട് നമുക്ക് വേഗം കടക്കണം. വേഗം കടക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഇവിടെ സത്യം പറഞ്ഞാലേ ഒരു സമീപനമില്ലാത്തതുപോലെ ഇരിക്കില്ലേ ഇവര്. ഇവിടെ എന്താ കള്ളന്മാരുടെ ശല്യം നല്ലോണം കൊണ്ടു. അപ്പം നമ്മളെ കാണുമ്പോൾ അവർക്ക് പേടിയാണ്. എന്താ ആരാ എങ്ങനെ എന്തൊക്കെയാണ് അങ്ങനത്തെ ഒരു വണ്ടിയിൽ ഇത്ര സാധനങ്ങൾ കാണുന്നു. നമ്മളെ വണ്ടിയിലാണെങ്കിൽ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇവരൊന്നുകൂടി തെറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് അങ്ങോട്ട് അങ്ങനെ കയറി പോയി നോക്കാം. അതാവും നന്നാവുക. ഞങ്ങൾ എന്താ
ഞങ്ങളിങ്ങനെ യാത്രയിലായിരുന്നു. അപ്പോഴാണ് ഇവിടെ പൊങ്ങ് വെക്കുന്നുണ്ട്. ഇത് നമ്മുടെ നാളികേരം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത് പൊങ്ങാക്കി. ഇതിൻ്റെ ഒന്നുമില്ല കേട്ടോ, ഇത് തെർമാക്കോള വെച്ചിക്കണേ അല്ലേ? ഞാനിങ്ങനെ ഇത് മുറിച്ച് വെച്ചാണ്. ഇത് തെർമാക്കോള, പക്ഷേ എങ്കിൽ ഇത് പൊങ്ങാണ് വിൽപ്പനക്ക്. പിന്നെ ഈ ഒരു സാധനം കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് 100-ന് 1/4 കിലോന് 100 റുപ്യാണ്. ആ ഒരു 50 രൂപ കൊടുക്കും. 100 രൂപ. நாங்கள் வீட்டுக்கு இல்லை, நாங்கள் ட்ராவலிங் பண்ணிக்கிட்டே இருக்கோம். ட்ராவலிங் பண்ணுறீங்க, ரெக்கார்ட் பண்ணிட்டு இருக்கீங்க? यूट्यूब से हाँ हिंदी मालूम है? हिंदी थोड़ा मालूम. तमिल தெரியல. தமிழ் தெரியும். அப்ப தமிழ் பேசுறீங்களா? வெரி குட். இது പിന്നെ ഞാവൽപ്പഴം. തമിഴിൽ என்ன சொல்லுது? നവാപ്പഴം. இதோட பேரு அது லிச்சி. 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 அது தேங்காய் பூ. അറിയോ? കോക്കനട്ട് ഫ്ലേവറാ? പൊങ്ങ്, കേരള പൊങ്ങ്. 50 രൂപ. നമ്മൾ 50 രൂപ വാങ്ങരുത്. ഇത് മുപ്പേക്ക് തിന്നാൻ വേണ്ടി തന്നാണ്. നല്ല മധുരം ഇത് കഴിക്കാൻ വേണ്ടി. പിന്നെ ഞാവൽപ്പായ ഉണ്ട്. ഇത് കിലോ 400. 1 കിലോ 400 രൂപ കേട്ടോ. അടിപൊളി. ഇതും തന്നെ 1 കിലോ 400. ഇത് 101. ഒരു പീസ് 100. ഓക്കെ ശരി കേട്ടാ. താങ്ക്സ്. ரொம்ப റെസ്റ്റോറൻറ്റ് ഇതേ അയാണ ഉണ്ട വാങ്ങിയത്. ഞങ്ങൾക്ക് തന്നോ വെറുതെ? വാങ്ങാനൊന്നും എടുത്തു ഏതായാലും ഇതൊക്കെ അടി വാങ്ങിപ്പിച്ചു. റെസ്റ്റോറൻറ്റ് ചിലപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും. നമ്മളത് കഴിച്ചില്ല, അതിന് ഉണ്ടാവും. വലിയൊരു കുരുവാണ് ഇതിൽ. എന്താ പരിപാടി? ചെറിയൊരു അവിടെ കടകട ഇറങ്ങി. ഏത് അടുപ്പോ? അടുപ്പൊന്നുമില്ല. ഇത് ബെഡ് കാനലാത്തോണ്ടേ അതായത് അടിക്കണത്. അപ്പോൾ ആ ഭാഗത്ത് കാണലല്ലോ. അവിടെ ആദ്യം എവിടെ എവിടെയോ കടകട അറിയുന്നു. പല സൗണ്ടാണ്. കിക്കി കിക്കി വണ്ടി ഓട്ടുമ്പോ തന്നെ പലജാതി സൗണ്ടുകളാണ് വണ്ടിക്ക്. എന്ത് റംബൂട്ടാനായിരിക്കില്ലേ? ആടാ റംബൂട്ടാൻ തന്നെയുള്ളത്. അതിന്റെ വേറെ മോഡലാണ് തന്നെ റംബു. കിളന്താ ഇത് കേടന്നോ? ഇല്ലല്ലേ, കേടന്നല്ലേ. അടിപൊളിയാ. ദിണ്ടിക്കൽ ടൗണ് നേരെ നമ്മൾ തിരുച്ചി റോഡാണ്. ഇവിടുന്ന് ഇടത്തേക്ക് ഇങ്ങനെ തിരിയും. തിരുച്ചി, ദിണ്ടിക്കൽ, തിരുച്ചി, കരൂർ ആ ഒരു ഭാഗത്ത് പോകുന്ന, അതുപോലെ തന്നെ ചെന്നൈയിലേക്കൊക്കെ പോകുന്ന റോഡാണ്. പക്ഷേങ്കിൽ നമ്മൾ ഫസ്റ്റ് തഞ്ചാവൂരൊന്ന് പോവാം. തഞ്ചാവൂർ പോയിട്ടായിക്കോട്ടെ നമ്മളുടെ പോക്ക്. തഞ്ചാവൂർ 100-160 കിലോമീറ്റർ ഒക്കെ ഉണ്ട് അവിടുന്ന്. വയാട് ഹൈവേയിൽ പോയി മടുത്ത്. ഇനി കുറച്ചു നേരം ഞങ്ങള് ഉള്ളിൽ കയറി നോക്കട്ടെ. ഇവിടെ വെള്ളമുണ്ട് ഗൈസ്. കുടിവെള്ളം നമ്മളത് കഴിയാനായില്ലേ. ഞങ്ങൾ ഇങ്ങനെ ഒരു ഗ്രാമത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ഗ്രാമമാണ്. ഇവിടെ ഉണ്ടോ, ഇവിടെ ഇവർ കുടിവെള്ളം എടുക്കുന്നുണ്ട്. ക്യാന് എടുക്കണ്ടേ? ക്യാന് എടുക്കൂലേ? ഒന്നുമില്ല. അപ്പോൾ ഇവിടെ റോഡിൻ്റെ അപ്പുറമാണ്. അവിടെ ചെറിയ ക്ഷേത്രമുണ്ട്. പിന്നെ നമ്മുടെ വണ്ടി വിട്ടിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. അവിടെ ഹമ്പാണ് വേഗം വരും. ഇവരൊക്കെ ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് വെള്ളം എടുക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ കുടിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ആത്തൂർ തന്നെ കുടിക്കുന്നത് തന്നെയാണ്. അതിൽ ഫിൽറ്ററാണ് പോലും അറിയാത്തതുകൊണ്ടായിരിക്കാം. ഇങ്ങനെ പൈപ്പ് വെച്ച് ഇങ്ങനെ കുടം വെച്ച് അങ്ങനെ എടുക്കുവാണ്. വീഡിയോ എടുക്കണേ. വീഡിയോ ഞങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ പോടുന്ന ആളില്ല. യൂട്യൂബിലേ
നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കുടം വാങ്ങിയിട്ടേ ആ കുടത്തിൽ വെള്ളം നിറഞ്ഞിട്ട് വേണം നമ്മളേക്ക് ഒഴിക്കുക. കാരണം അങ്ങനെ ആയതുകൊണ്ട് ക്യാൻ വെക്കാൻ കഴിയില്ലല്ലോടാ, പൊട്ടൂലേ? ആ ശരിമ്മ, അരക്കുട എടുത്താണ്ട് ഒഴിക്കാനാണ് അമ്മ നമ്മോട് പറയണത്. അപ്പോൾ അത് അരക്കുടായിട്ട്, അത് അരക്കുട അറിയില്ല, അരക്കുടായിട്ട് നമ്മളേക്ക് ഒഴിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ കേട്ടോ ഇവിടുത്തെ ആൾക്കാർ ഇപ്പോൾ അതിൻ്റെ. ഓക്കെ, കൊണ്ടുവരൂ. ഇവന് ബാലൻസ് ഇല്ല, ഇവന് കയ്യാർക്കുണ്ട്. ബാലൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ നാട്ടെ വെള്ളം എടുക്കുന്നത്. എല്ലാവരും കുടമായിട്ട് വരിക, വെള്ളം എടുക്കുക. അവരൊക്കെ ആ സൈഡാണെന്ന് തോന്നുന്നു, ഈ സൈഡിലേക്കാണ് അവരുടെയൊക്കെ വീടുകളുള്ളത്. എന്താ ഇത് സത്യം പറഞ്ഞ ഒരു ഗ്രാമത്തിന് നടുവിലൂടെ ഒരു മെയിൻ റോഡ് ഉണ്ടാക്കിയതാണെന്നൊക്കെ തോന്നുന്നു. കാരണം ഇതൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് വീടുകളാണ്. ഈ സൈഡ് അതേപോലെ തന്നെ ഫുള്ളായിട്ട് വീടുകളാണ്. നമ്മളവിടുന്ന് ഫസ്റ്റ് എടുത്തുനിന്ന് വെള്ളം കിട്ടിയത് നമുക്ക് 20 ലിറ്റർ അല്ലേ, അതുകൊണ്ട് നമുക്കത് നിറഞ്ഞില്ല. ഇപ്പോൾ 30 ലിറ്ററാണ് നമ്മുടെ ഒരു ക്യാൻ എന്ന് പറയുന്നത്. അത് ഫുള്ളാക്കണം. അത് ഫുള്ളായ 2 ദിവസത്തിനുണ്ടാവും ഇല്ലടാ. കേരള இங்கே நாங்கள் ஆந்திரா போகிறேன், ஊர் சுற்றி பார்க்கறதுக்காக வந்தேன். ആട്ടോവില വന്നേ. ശരിക്കും ഈ ഒരു ടാങ്കിലേക്ക് പോയിട്ട് ചിലപ്പോൾ വരെ വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ടാവും. കാരണം ഈ ടാങ്ക് ഇവിടെ ഈ റോഡിൻ്റെ പണി നടന്നുകൊണ്ട് ഇതൊക്കെ കണക്ഷനൊക്കെ മുറിച്ചിട്ടേക്കാണ്. പിന്നെ ഇത് നല്ല രീതിയിൽ പൈപ്പാക്കി വെച്ചിക്കണമെങ്കിൽ നല്ല സുഖമായിരുന്നല്ലോ, അവർക്ക് ശരിക്കും എടുക്കാൻ വേണ്ടി പറ്റും. കഴിഞ്ഞില്ലേ, നടക്കാം. കുറച്ചും കൂടി ഉള്ളിലേക്ക് കയറുകയാണ് ഞങ്ങൾ. ആ വെള്ളം എടുത്ത ആ ഗ്രാമം ഉണ്ടല്ലോ, ആ ഗ്രാമത്തിൽ നിന്നും ഒരു 100 മീറ്റർ അപ്പുറത്തൂടെ ഉള്ളിലേക്ക് കയറുകയാണ്. ഓ കുറേ ഉള്ളിലേക്ക് പോന്നിട്ടേ ഏതോ ഒരു സ്ഥലത്ത്. ഇതെന്താ സംഭവം? ഇതെന്താ ഒരു അണക്കെട്ടാണോ? അങ്ങനെ ഉണ്ടോ അല്ലേ? എങ്ങനെയും കയറാൻ പറ്റും? അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടാവോ? വാ, ഇത് പരമാവധി ഉള്ളിൽ പോകുന്നു. ഇവിടേക്ക് റോഡില്ല കേട്ടോ. ഇനി റോഡൊക്കെ കഴിഞ്ഞാണ്, ഇനി റോഡില്ല. ഇനി ഈ മണ്ണിട്ട് ഓഫ് റോഡാണ്. ഇതിലെങ്ങനെ കയറി നോക്കാം. ഇവിടെ എന്താ സംഭവം? അണക്കെട്ടായിരുന്നു, പക്ഷെ വെള്ളമില്ല. കണ്ടോ, സംഭവം അണക്കെട്ടായിരുന്നു, വെള്ളമില്ല. ആടാ, ഇത് നല്ല സ്ഥലം കേട്ടോ. പക്ഷേ എങ്കിൽ മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ഇതിൽ ഈ വെള്ളം ഇങ്ങനെ വന്ന് ഇതിലിങ്ങനെ മറയുന്നുണ്ടാവാം. ഇപ്പോഴത്തേക്കല്ലേ? ഇതിലൊക്കെ അങ്ങനെ മറച്ചിലുണ്ടാവും. ഇതിങ്ങനെ ഒരു തോടാണല്ലേ, ഒരു തോടാണ്. ചെങ്ങന്മാരെ, നമ്മൾ പോകുന്ന വഴി അങ്ങോട്ടാണ്. പക്ഷേങ്കിൽ നമ്മൾ അവിടെ യൂട്ടേൺ എടുത്ത് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഇവിടെ ഒരു ഭാരത് പെട്രോളിയം പമ്പ് ഉണ്ട്. ഇന്നത്തെ സ്റ്റേ നമ്മളത് അവിടെയാണ്. ഞാൻ ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒരേപോലെ അല്ല കേട്ടോ, നമ്മൾ നിൽക്കാൻ അയക്കുന്ന ആളുകളുണ്ട്. എന്നാലും മൂപ്പര് പറയാം, മാനേജർ പോയിട്ട് പമ്പിനകത്ത് കിട്ടാൻ മതി 8 മണിക്ക് ശേഷം, അതുവരെ പുറത്തിറങ്ങോട്ടെ എന്നൊക്കെയാണ്. എന്തായാലും നോക്കാം നമുക്ക്. ഉച്ചയ്ക്ക് എന്താ എൻ്റെ കഞ്ഞിൻ്റെ അവസ്ഥ? കഞ്ഞിൻ്റെ അവസ്ഥ എന്താ, പോയി മൈലേജ് ഇല്ലാത്തതുകൊണ്ടേ പെട്ടെന്ന് എന്ത് 2 പ്രാവശ്യമാണ് തിന്നില്ല, കഞ്ഞി കുടിച്ചില്ലേ? 2 പ്രാവശ്യം കഞ്ഞി കുടിച്ചു. ഇനി എന്താ പരിപാടി? ഇനി അടുപ്പ് വെച്ചിക്കണല്ലോ. അടുത്ത് വെച്ചു. ഇത് കത്തിക്കട്ടെ. എന്താണ് പരിപാടി? എന്താ എന്തിനാ കത്തിക്കണേ? നൂഡിൽസ് ഉണ്ടാക്കാൻ. ഞങ്ങള് ഇപ്പി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അതായത് ഇത് ഞങ്ങൾ ഇതുവരെയായിട്ട് കഴിച്ചില്ല. ഇതുവരെയായിട്ട് നമ്മൾ ആ ഒരു പാക്കേ വാങ്ങിയിട്ടുള്ളൂ ഇപ്പി. ഇതിൽ ഒന്നിപ്പോൾ ഉണ്ടാക്കി തരും. കാരണം ഭയങ്കര വിശപ്പ്, പറഞ്ഞാൽ ഭയങ്കര വിശപ്പ്. എന്താ അറിയില്ല, കഞ്ഞിക്ക് തീരെ മൈലേജില്ല. കഞ്ഞി വേഗം വിശക്കുവാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഉണ്ടാക്കട്ടെ. വെള്ളം ഒഴിക്കണ്ടേ? വെള്ളം ഒഴിക്കുന്നുണ്ട്, കത്തിക്കുക. ഇവിടെ എന്തോ ഒരു ഷെഡ് കാര്യം കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ചായ ഉണ്ടാക്കണ്ട കേട്ടോ, ചായ അല്ല, ചായ കൂടി കുടിക്കാം. ഇത് പമ്പിൽ ഇവിടെ ആദ്യമായിട്ടോ, ഇവിടെ തമിഴ്നാട് കേട്ടൊരു പബ്ബിൽ സ്റ്റേ ആയിട്ടുണ്ട്. പറഞ്ഞു നോക്കിയപ്പോ തന്നെ ഗെറ്റപ്പ് കണ്ടപ്പോ മനസ്സിലായി നമുക്ക് കിട്ടും പമ്പോ. ഞാൻ അവരോട് പറഞ്ഞു. അത് ശരിയാ, ഇത് പറഞ്ഞു. ഈ ഡയലോഗ് ഒന്നും അപ്പൊ പറഞ്ഞിട്ടില്ല. അവിടെ പോന്ന് കിട്ടും, അവിടെ പോയി നോക്കാറുണ്ട്. അവിടെ പോയി നോക്കാറുണ്ട്, കിട്ടുന്ന ഉറപ്പിനാണ് പറഞ്ഞു. വാടാ, കളിച്ച് പഞ്ചസാട് ലൈറ്റ് കട്ടണം, അത് മതി. അങ്ങനെ തന്നെ ഇട്ടവരെ പൊട്ടിക്കാൻ പൊടിച്ചതാ. ഈ പറ്റ പൊടിയാക്കണ്ടേ? അത്ര മതി. തളച്ചിട്ടൊന്നുമില്ലല്ലോ, ആക്കമ്പല കാട്ടിയാൽ മതി. ആക്കമ്പല കാട്ടിയാൽ മതി, തളച്ചിട്ടൊന്നുമില്ലല്ലോ.
അല്ല ഇത് രണ്ടും ഒന്നിലിട്ടേക്ക അപ്പൊ അനക്ക് വേണ്ടേ? ഞാൻ മാത്രമേ തിന്നുള്ളൂ. ചാറ് മുക്കി തയ്ച്ചാ മതി. ഒറ്റക്ക് ചിഞ്ഞും. അല്ല അപ്പൊ നീ കഴിക്കണില്ല, അപ്പൊ ഞാനേ കഴിക്കുന്നുള്ളൂ അല്ലേ? നൂഡിൽസ് ആവോ എന്താവോ? എന്താടാ അവിടെ കുത്തിരിക്കണേ? എന്ത് പറ്റി? അതെ എന്ത് പറ്റി? ഓ എന്റെ കഞ്ഞി കുടിച്ചിട്ട് ക്ഷീണാണ്. വിശക്കുണ്ട്. ഒരു വടയും ഒരു ചായയും. രാവിലെ ഒരു വടയും ചായ. 11 മണി വരെ പട്ടിണിയാണ് പട്ടിണി. അത് കഴിഞ്ഞിട്ട് എന്റെ കഞ്ഞി പട്ടിണിയാണ്. മൂടി എന്തായോ പറഞ്ഞപ്പോ അതെ. ഇജ് വളമ്പുമ്പോ ഞാൻ തീരുമാനിച്ചു എനിക്കേതാ, ഞാൻ വളമ്പുമ്പോ ഇജ് തീരുമാനിച്ചു. അങ്ങനെയാണല്ലോ പതിവ്. പതിവ് പറ്റിക്കണ്ട. ആ മതി എനിക്ക്. കുറവുള്ള മതി എന്തായാലും. ഇത് തിന്ന് തിന്ന് നൂഡിൽസ് ചടച്ചു വീണ്. ഇന്നിപ്പോ എന്താ വെച്ചാലേ ഇന്നിപ്പോ വിശന്നിട്ടേ ഈ നേരത്തെ ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കുക? ചോറുണ്ടായില്ലേ, ശരി രാത്രിയൊക്കെ വേണ്ടേ? അപ്പം അതുകൊണ്ടാണ്. ആരെ ഷെഡ് സ്ഥലമാണ് ആവത്? റോഡ് സൈഡാണ്. അവിടെ ഞങ്ങളിങ്ങനെ ചെയറൊക്കെ ഇട്ട് എന്താ പൻ്റെയൊക്കെ നിലവാരം. ചായയിൽ മധുരം ഉണ്ടോക്കാം, അത് കുടിച്ചോക്കാം. ഞാൻ അപ്പോഴും പറഞ്ഞ മധുരമല്ല. ഒരു പുക കളിച്ചില്ലേ ഇത് പാകാണ്. മധുരം പാകാൻ ഏയ് അതിപ്പോ എന്താ ഉണ്ടാക്കിയതല്ല. അത് ഇല്ലെങ്കിൽ എനിക്ക് പാകക്കാരം 3 സ്പൂട്ടുണ്ടേ. 3 സ്പൂൺ ഇട്ടിട്ട് പിന്നെ എന്നെ കൊണ്ട് വെള്ളം ഒഴിപ്പിച്ചിക്കണായിരിക്കും അല്ലേ? അതിലാണ് കുറച്ച് കുഴപ്പമില്ല. പാത്രത്തിന് വരിക, വെള്ളത്തിന് വരിക. നമുക്ക് ഇതൊരു പണിയാണല്ലേ? അതെ, കൊപ്പിക്ക് നടക്കുന്നത് അല്ലേ? ഇത് എന്ന് പറയുക കാട്ടണം. പാത്രത്തിന് പോര് പറഞ്ഞാണ്ടില്ല, പാത്രം ഫുള്ള് ഇത് നിരത്തി വെച്ചിട്ടുണ്ട്. ആരുതാ ഈ ടേബിൾ ആരുതാ ഒന്നും അറിയില്ല. അതിന്റെ ഉടമസ്ഥ വരും. അതെ. അപ്പോൾ ഇതാണ് ഭാരത് പെട്രോളിയം പമ്പിലാണ് നമ്മളുള്ളത്. നമുക്ക് പ്രത്യേകിച്ച് നൈറ്റ് ലൈഫായിട്ടൊന്നും ഇല്ല ടാങ്ക്. എന്നാലും ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്താ വെച്ചാൽ നമുക്ക് ഞാൻ കുറച്ച് നേരം ഓനും എൻ്റെ ഫോണിൽ ഗെയിം കളിക്കും. ഞാൻ iPhone 140. അതെ. എനിക്ക് ക്യാമറത്തെ വിഷ്വലൊക്കെ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ പിന്നെ എഡിറ്റിങ്ങിന് ഉള്ള പരിപാടി നോക്കണം. നാളെ കാണണ്ട വീഡിയോ. അപ്പോൾ അതിനു വേണ്ടി ഇന്ന് എഡിറ്റ് ചെയ്യണം. ചോറുന്നണ്ടേ? സമയം 9 മണിയായി. കഴിച്ചില്ലേ? അപ്പൊ ഇതൊക്കെ തന്നെ രാത്രിയില് പമ്പില് ഇപ്പൊ എന്തോ പ്രശ്നമല്ല. ഓരോ വണ്ടി ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ. ഇനി നമുക്കവിടെ കയറ്റാം. അതുവരെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉപ്പനായിരിക്കും കാണുന്നത്. ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് കാണാത്തത്. അതാണ്. അപ്പോൾ ഇപ്പം സമയം 9 മണിയായി. നീ വിശ്വാസമില്ലേ? 9 മണിയായി ഇല്ലേ? കാണില്ലേ? കണ്ടില്ലേ? അപ്പോൾ ഈ 9 മണിക്കും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ അയച്ചു തന്നുള്ള കമൻറ്റുകൾക്ക് റീപ്ലൈകൾ തന്നുകൊണ്ടിരിക്കുന്നു. കാരണം പകൽ ഓട്ടം ആയതുകൊണ്ടേ ഓട്ടം, വീഡിയോ എടുക്കലും കുക്കിങ്ങും വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്കിതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ ഒരു ചെയ്ത് ചെയ്യുകയാണ്. സാധാരണ ഞാൻ വീഡിയോ ചെയ്തിട്ട് അന്ന് അതൊക്കെ റീപ്ലൈ ഒക്കെ തരാറുണ്ട്. പക്ഷേ എങ്കിൽ ഇന്നൊന്നും സംഭവിച്ചില്ല. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എന്താ, ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിനടുത്ത് അവിടേക്ക് ഇടണം, ഭക്ഷണം കഴിക്കണം, വിഷ്വൽസ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്, എഡിറ്റ് ചെയ്യാനുണ്ട്, ബെഡ് ഇടണം, കിടന്നുറങ്ങണം, രാവിലെ നീക്കുക. ഇപ്പത്തേനും ഇവിടെ ഭയങ്കര ചൂട് കേട്ടോ. ചൂടാണ്. ചങ്ങായി ഇവിടെ വന്നാക്ക. ഇവിടെ നല്ല കാറ്റുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ ഒഴിഞ്ഞ് നിർത്തിയേക്കാട്ടോ. ഇവിടെ നമ്മളെ എന്താ ചെല്ലേട്ടൻ്റെ ചായക്കട പോലെ ഓല മേഞ്ഞൊരു ചായക്കടയാണ് ഈ കട അല്ലേ? ആരാ മേമനില്ലാത്ത നമ്പൂര് തോർത്തൻ്റെ ഒക്കെ തോളിലിട്ട് അടക്കാം. ആണോ?
എന്ത് കീശാന്തിയോ? ഈശാന്തിയല്ല മൂശാന്തി. ചൂട് ഇവിടെ തന്നെ ചൂടാണ്. ഏതായാലും ഇല്ലേ കൂടി കൂടി ഇങ്ങനെ വരും. ആ അജി എന്താ ഈ ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ച് ക്യാമറ ഒന്ന് കുറിച്ചാൽ നമ്മൾ ഇന്നലെ നമ്മുടെ വണ്ടിൻ്റെ അടിയിലേക്ക് കടന്നു നോക്കിയില്ലേ? അത് എന്താ സംഭവം അറിയില്ല. പക്ഷേ എങ്കിൽ വേറെ കാര്യം ചെയ്തോ. ഇതിനൊക്കെ നടന്ന് ഓരോന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. വൃത്തിയുടെ ഉള്ള സ്ഥലം തന്നെ. ഇതാണ് ആക്സില്. ഇത് ലൂസ് ഉണ്ട് നോക്കാം നമുക്ക്. ഇതിങ്ങനെ കണ്ടോ? ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. അത് ലൂസ് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കുലുങ്ങും. അപ്പോൾ അതിൻ്റെ പ്രശ്നമല്ല. അതപ്പോൾ ടാപ്പിറ്റിൻ്റെ പ്രശ്നമാവാം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആ ഒരു വീഡിയോയിൽ കമൻറ്റ് ഉണ്ടായിരുന്നു ടാപ്പിറ്റിൻ്റെ വിഷയമാവാം സാധ്യതയുണ്ട്. അതാണെങ്കിൽ ഇവിടെ വർക്ക്ഷോപ്പൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ടാപ്പിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലേ? അത് ഞാൻ വർക്ക്ഷോപ്പിൽ വിളിച്ചിട്ട് സുഖിനോട് നാളെ ഇപ്പോൾ നേരം വിളിക്കട്ടെ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യലെന്ന് ചോദിച്ചു നോക്കാം. ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവുള്ളൂ. ടാപ്പിറ്റ് ആവുന്ന സാധ്യത ഉണ്ടത്. പക്ഷെ ഫുൾ ടൈം ഇല്ല. അത് എപ്പോഴേലൊക്കെ ഉള്ളൂ. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. ചെങ്ങന്മാരെ ഇന്നത്തെ അവസ്ഥ അതൊരവസ്ഥയാണ്. ഈ കാണാണ്ടങ്ങൾ ഈ ദിണ്ടിക്കലിൽ ഞങ്ങളിപ്പോൾ ഉള്ളത്. എൻ്റെ ഇപ്പം ഇങ്ങോട്ട് പറയാൻ ആ പേര് മറന്നല്ലോ. വടമധുരേ ആണേ. വടമധുരയാണ്. വടമധുര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഉണ്ട് പെരും മഴയാണ്. പെരും മഴ എന്ന് പറഞ്ഞാൽ പെരും മഴ. ഇടി മിന്നുന്നുണ്ട്. പമ്പിലൊക്കെ വെള്ളം കയറിയിട്ട് ആകെ സീനാണ്. അയ്യോ ലൈറ്റ് മോനെ പൊട്ടണ്. ഞങ്ങൾ ഇന്നേക്ക് എന്നാ പണ്ണുവേ. ഏതായാലും ഞങ്ങള് ബെഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾ ഇന്നലെ കണ്ടില്ലേ, കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ, നമ്മളുടെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വെക്കണം. പക്ഷേങ്കിൽ ഇത്തരത്തിൽ മഴ പെയ്യുവാണെങ്കിൽ നമ്മൾക്ക് അതിന് സാധ്യമാവില്ല പുറത്തേക്കൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിട്ടാണ്ടുള്ളൊരു പരിപാടി തന്നെ ഞങ്ങൾ. അത് ഞങ്ങളിതുവരെ ചെയ്തിട്ടില്ല. മഴ പെയ്യുമ്പോൾ ചെയ്യേണ്ടി വരും എന്ന് ഞങ്ങൾക്ക് അറിയാം. അതൊന്നും സംഭവിക്കാതെ അതെന്തായാലും ഇന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അത് സംഭവമായിരിക്കും. കാരണം ഇവിടെ മഴ ഇതിപ്പോൾ ചോര് നിൽക്കി തോന്നില്ല. അതിപ്പോൾ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ പെയ്തുകൊണ്ട് നിൽക്കുവാണ്. ഒറ്റയടിക്കും ചോരൂല. അപ്പോൾ സമയം എന്ന് പറയുന്നത് 9 കഴിഞ്ഞു. 10 മണിയായി. ഭക്ഷണം കഴിക്കില്ല ആണ്. പിന്നെ ചോറിന് കേട്ടോ. ചോറല്ല കഞ്ഞി. ഇവിടുത്തെ ഈ മഴ നമുക്ക് സഹിച്ചാൻ വേണ്ടി പറ്റണില്ല കേട്ടോ. ഇതെങ്ങനെ നമ്മളെ നാട്ടിലത്തെ പെരുമഴ നമ്മൾ സഹിക്കുക. നമ്മളെ സാധനങ്ങളൊക്കെ നൈസായിട്ട് പാക്കിട്ട് ഇങ്ങനെ മുന്നിക്ക് ഇങ്ങനെ വെക്കുവാണ്. ഇതേ നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കിയ കഞ്ഞിയാണ്. കുഴപ്പമൊന്നുമില്ല. ചെറിയ പുളി ഉണ്ടാവും. ചെറിയൊരു സ്മെല്ലുള്ള മാതിരി ഉണ്ടാക്കി കുഴപ്പമില്ല. നമ്മൾ ഇതെല്ലാം വേറെ ഇപ്പോൾ കുഴപ്പമുണ്ടായിട്ട് കാര്യമൊന്നുമില്ല. കുഴപ്പമുണ്ടെങ്കിൽ വേറെ വെക്കാപ്പം ഞാൻ തീരെ പറ്റൂല. മഴയാണ് പെയ്തുകൊണ്ട് നിൽക്കണം. മഴ മാത്രമല്ല സിറ്റുവേഷൻ നമ്മൾ പമ്പിലാണ് സ്റ്റേ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തീരെ പറ്റൂല. ആകെ ടമാർപ്പടാറാവും. പിന്നെ നിങ്ങൾക്ക് പിറ്റേ ദിവസം വാർത്ത കേൾക്കാം. കേരളാവിൽ ഇருந்து கேரளாவில் இருந்து வந்த 2 யூடியூபர்ஸ் பம்பு டமார்படா போலீஸ் கைது பண்ணிட்டா. ഇത് നാട്ടുകാരെ ചിലപ്പോൾ വച്ചല്ലോ. ഇനി അച്ചാറ്. കഞ്ഞിയിലേക്ക് അച്ചാറാണ്. കഞ്ഞി ഉണ്ടാക്കും. അത്യാവശ്യത്തിന് ഒരേപോലെ തന്നെ വിളമ്പിയിട്ടുണ്ട്. ഞാൻ ഈ അച്ചാറ് ഇതിൻ്റെ കഞ്ഞിയിലേക്ക് ഉറ്റിക്കാണ് ചെയ്യുന്നത്. കാരണം അച്ചാറിൽ ഭയങ്കര ഉപ്പാണ്. ആ ഉപ്പ് മതി നമുക്ക്. നിനക്കും ഇതേ പരിപാടിയാ? ഓനും ഇതേ പരിപാടിയാണോ പോലെ? കുറച്ച് മാങ്ങ ഉണ്ടായിക്കോട്ടെ മതിയോ? അങ്ങനെയെങ്കിൽ ദിണ്ടിക്കലിൽ ഈ മഴയെ ആസ്വദിച്ച് ഈ മഴയിൽ പേടിച്ച് വിറച്ചുകൊണ്ട് ഞാനും കുക്കും. ഞങ്ങളുടെ കഞ്ഞി രാത്രിക്കത്തെ ഭക്ഷണമാണത്. എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് കരുതുന്നു. കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ കാണാം. ഭക്ഷണം കഴിച്ചിട്ട് വരും അല്ലേ?
നമുക്ക് ഇവിടെ വെച്ച് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് പോയി ഭക്ഷണം കഴിച്ചിട്ട് വരും, എന്നിട്ട് കിടക്കാൻ നേരത്ത് കണ്ടാൽ പോരെ. ഭക്ഷണം കഴിക്കാം നമ്മൾ. സമയം 10:05. എന്തിനാ വെറുതെ വെയിറ്റ് ചെയ്തേക്കണം? എന്നാൽ ഞങ്ങൾ നൈസായിട്ട് കഴിക്കട്ടെ. എന്നാൽ കടന്നുറങ്ങാനുള്ള സുഖകരം. പക്ഷേ എങ്കിൽ ഒരു വിഷയം എന്താ അറിയോ, ഞാനിപ്പോൾ പറഞ്ഞത് അപ്പം കേൾപ്പിച്ചാൽ ഇതുമ്മക്ക് ഇങ്ങനെ വെള്ളം ചാടിയിട്ടേ സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ എന്താ വെച്ചാൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കറിയുള്ളൂ കേൾക്കുന്നുണ്ടാവും. അതായത് എനിക്ക് നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. കിടക്കുമ്പോൾ അതേ സൗണ്ട് വെക്കും. പെരുമഴയാണെങ്കിൽ ഇതിനേക്കാൾ സൗണ്ട് വെക്കും. ഞങ്ങളന്ന് കാട്ടിൽ കിടന്നന്ന് ഇതേപോലെ രാത്രി മഴ പെയ്തിട്ട് നല്ല സൗണ്ടായിരുന്നു. സൗണ്ട് മഴക്ക് ചെറിയൊരു കുറവുണ്ട് ഇപ്പോൾ. എന്നാലും മഴ ഉണ്ടോ? ആ ലൈറ്റുമ്മക്ക് നോക്കി ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല അതിലെങ്ങനെ ചാടുന്നുണ്ട്. മഴ ചാടിക്കൊണ്ട് നിൽക്കില്ല, തുള്ളി ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്, തുള്ളി വീണുകൊണ്ട് നിൽക്കുക, മഴ ചാടിക്കൊണ്ട് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ സഡൻലി പെട്ടെന്നുള്ള പരിപാടിയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. വേഗം പെട്ടിടണം. നമ്മളെ ഡ്രസ്സാണ്. ഡ്രസ്സ് തൽക്കാലം ഇന്നത്തെ ദിവസം ഇവിടെ കിടന്നോ വെക്കാണ്ട, അല്ലെങ്കിൽ നനഞ്ഞാലോ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, നമ്മൾ ദിവസമാക്കി വെച്ചാൽ അത് കഴിഞ്ഞ് രാത്രി നമ്മൾ കിടക്കുമ്പോൾ മഴ പെയ്താൽ അതൊക്കെ വാങ്ങിക്കും. പിന്നെ നമ്മുടെ ചാരി ഇങ്ങനെ സ്കൂൾ ഡ്രൈവർ കൊണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. എന്നാലും പുതിയ ആളുകളുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ എന്താണ് പലചരക്ക് കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ തൽക്കാലം എടുക്കട്ടെ. അരി എടുക്കാം. അരിനെ ഈ സെൻറ്ററിൽ കൂടെ വെച്ചാൽ ഓക്കെ, അരിൻ്റെ മേലേക്ക് നമുക്ക് ഇറക്കി കൊടുക്കാം. ഇപ്പം ഇതെന്താ? അത് പുതപ്പാണല്ലേ. ഇത് വെറുതെ കൊണ്ടിറക്കുക ഞങ്ങളിത്. എന്നാലും ഈ വയറ് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ഉപകാരപ്പെട്ടേക്കാം. പെടാതിരിക്കട്ടെ, നമ്മുടെ ആവശ്യം വരാതിരിക്കട്ടെ. ഉപകാരം വരുമ്പോൾ പെട്ടോട്ടെ അല്ലേ, ആവശ്യം വരാകട്ടെ. ഈ സാധനത്തിന് ഇങ്ങോട്ട് നീക്കിട്ട് അതിൻ്റെ അടിയിൽ ഇവിടെ എന്താ തടവ് ബക്കറ്റ്, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒക്കെ വേണമെങ്കിൽ ഇവിടെ അങ്ങനെ നോട്ടെ. ഇവിടെ അതിലെങ്ങനെ വരും? നിർത്തി പൊട്ടരുത്. ഇതെന്താ വെച്ചാൽ മഴയാണെങ്കിൽ കുടുത്ത വിട്ട മഴയാണെങ്കിൽ നമ്മളൊന്ന് പെട്ടുപോയ അവസ്ഥയൊക്കെ. കാരണം ഇതൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ചെയ്യണം. ഇതിപ്പോൾ ഞങ്ങളിവിടെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പോലും റിസ്ക് ആണ്. ഉള്ളിലിരുന്ന് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം സ്പീക്കരം വീടിനെ കൈ പിടിക്കേണ്ടി വരും. അതിന് ഒരു 2 മിനിറ്റ് കൈ പിടിച്ചതാണ്. എനിക്കും ഈ ചട്ട പീസ് എന്തിനു വെച്ചാൽ ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ ഇറങ്ങാത്ത അവിടെ തടവ് സ്ഥലത്ത് റെഡാണ്. റെഡല്ല, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? കണ്ടോ, അതിങ്ങനെ ഒരു ഇവിടേക്ക് ഈ ഒരു പീസ് മാത്രം താന്ന് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു വിഷയം കൊണ്ടാണ് അത് വെക്കുന്നത്. ഓക്കടാ കൂട്ടാപ്പോൾ എടുത്തോ എൻ്റെ കൈ മാറ്റണ്ട. കൈ കൊടുക്കും നോക്കട്ടോ. ഓക്കെ അല്ലേ? ബൈ. ഈ സാധനം ഇത് കുറച്ചും കൂടി കനുള്ള ടൈപ്പുമാണ്. ഇത് എൻ്റെ ഇഞ്ചസൊക്കെ കുറേ നേരം കടന്നാൽ ഇഞ്ചസൊക്കെ മേത്ത് ഇങ്ങനെ കുത്തണാണോ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ? കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇതിപ്പോൾ കിടന്നുറങ്ങുമ്പോൾ ഒരു സുഖം എന്നാലും സുഖമുണ്ട്. ഈ കുത്തൊന്നും നമുക്ക് ചിലപ്പോൾ ഇഷ്ടമാവില്ല. അപ്പോൾ വല ഇട്ടപ്പോൾ ശരിക്കും കാണുന്നില്ലല്ലോ. അപ്പോൾ
വലയൊക്കെ ഇട്ട് സെറ്റ് ആക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അതായത് മഴ ഇങ്ങനെ പെയ്തിട്ട് ഈ തുള്ളികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ഈ വലയിലൂടെ ഒക്കെ ഇനി ഇറങ്ങിയിട്ട് ബെഡിലേക്ക് വരും കേട്ടോ. ഇതിന് മുമ്പ് ഇതേപോലെ ചെയ്തൊന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. ബെഡ് ഇവിടെയൊക്കെ ഈ ഭാഗമൊക്കെ നനഞ്ഞു പോയി. ഇപ്പോൾ ലൈറ്റ് നമ്മുടെ വണ്ടിയിൽ ലൈറ്റ് ഓഫ് ആക്കി, അവിടെ ലോറി ഉണ്ട്, ആ ലോറിയുടെ ലൈറ്റാണ് ഈ കാണുന്നത്. ഉപ്പ് കയറി കടന്നിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ എന്താകുക വെച്ചാൽ ഞാനിവിടെ വാതിലടക്കണം, വാതിലടച്ചിട്ട് ഉണക്കി കയറാം. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ കയ്യിൽ മൊബൈൽ കൊടുക്കണം കേട്ടോ. ഞാനാണ് ഡോർ ക്ലോസ് ചെയ്യണ ആൾ. ഞാൻ ഈ അറ്റത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കയറിയിട്ട് ഡോറ് ഇങ്ങനെ തരത്തിൽ നമ്മളുടെ ഡോറ് ക്ലോസ് ആക്കി ബന്ധസ്ഥേ. ഇനി ഞാൻ ഈ വലൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറും. എന്നിട്ട് ഇവിടെ എൻ്റെ ഒരു വടി ഉണ്ടാകും ഈ വലയിൽ. ഇതാണ് വടി. ഈ വടി ഉണ്ടെങ്കിൽ ഇവിടെ ഇത് പിടിയും കിടക്കുന്നത്. ഈ വടി ഉണ്ടെങ്കിൽ ഈ വല വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള സിസ്റ്റമാണ്. ഇതുപോലത്തെ ഒരു വറക്കും കൊള്ളിയാണ്. ഇതിങ്ങനെ ഇതിന് ഗ്യാപ്പുണ്ട്, അതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കും, അവിടെ ടൈറ്റായി കിടക്കും. ഇനി ഇതിൻ്റെ ഈ സൈഡൊക്കെ ഒക്കെ മൂട്ടണം. എല്ലാ സൈഡും നല്ല രീതിയിൽ മൂട്ടി കൊടുക്കണം. ഇതിന് എന്താ പറയുക, കൊതുകിന് ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ മതി, അതിലൊക്കെ കയറും. ഇവിടെയൊക്കെ ഈ ബെഡിൻ്റെ താഴത്തേക്ക് ആക്കിയിട്ട് എല്ലാ ഭാഗം ഉഷാറായിട്ട് മൂട്ടി കൊടുക്കണം. ഫുൾ ഓക്കെ അല്ലേ? അപ്പം എല്ലാം ഓക്കെ ആയി. അയ്യോ, പക്ഷേ അതിൻ്റെ തണുപ്പൊന്നും വരുന്നില്ലല്ലോടാ. മഴേൻ്റെ ഇല്ല, ചൂടല്ലേ? ചൂടല്ലേ? ചൂടാണ്. എന്നിട്ട് നമ്മൾ പോയച്ചിട്ട് മൂടിയിട്ട് അതൊരു കാരണമാണ്. ഞങ്ങൾ ചിലപ്പോൾ കാറ്റൊക്കെ കയറണമെങ്കിൽ ഞങ്ങൾ ഇവിടെ തുറന്നിടാറുണ്ട്, അല്ലെങ്കിൽ ഇത് തുറന്നിടും. അവൻ്റെ സൈഡിൽ അതൊക്കെ തുറന്നിടും. അത് തുറന്നിട്ടില്ല, എന്താ വെച്ചാൽ തണുപ്പ് കയറിക്കോളും. ഓക്കെ അല്ലേ? പിന്നെ അതിലെല്ലാം സുഖമായിട്ട് കാറ്റ് തണുപ്പ് കയറുമ്പോൾ സുഖമായിട്ട് കിടക്കാം. നമ്മളുടെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മുടെ വീഡിയോ എത്ര നേരം കണ്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യും. എന്താ പറയുക, ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്യാം. നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. എല്ലാവർക്കും ഒരു ഹായ്. ഞങ്ങളും നിങ്ങളിൽ ഒരുവൻ തന്നെയാണ്. ഞങ്ങൾക്കൊരു എന്താ പറയുക, യാത്ര ചെയ്യാനുള്ള ആഗ്രഹം, അതാണ് ഞങ്ങളെ ഇത്തരത്തിലേക്കൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് അതിന് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ ഞങ്ങൾ കിടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കുറേ മുമ്പത്തെ ഒരു ആഗ്രഹമായതുകൊണ്ട് ഇന്നും ഇതൊരു സന്തോഷമാണ്. നല്ല സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇന്നും ഉറങ്ങാറ്. എന്നാൽ പിന്നെ ഗുഡ് നൈറ്റ്, ശുഭനിദ്ര, ശുഭരാത്രി, ഗുഡ് നൈറ്റ്. കോടീശ്വരൻ. നിങ്ങൾക്കും ആകാം കോടീശ്വരൻ.